ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് ഇന്നത്തെ നിങ്ങൾക്ക് കാർഡ്സ് നിങ്ങളോട് എന്താണെന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, ഇന്ന് കാർഡ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. വെളിച്ചം കുറച്ച് കുറവാണ്, സോ ലെറ്റ് മീ. ഓക്കെ, ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് കാർഡ്സിൽ നിന്ന് എന്താണ് പറയുന്നത് നോക്കാം. ഞാൻ ഇംഗ്ലീഷ് ചാനലിലും കൂടി ചെറിയ ഷോർട്സ് ഒക്കെ ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. ഒരുപാട് ലോങ് റീഡിങ്സ് ഒന്നുമല്ല, കുറച്ച് ഷോർട്ട് റീഡിംഗ് ആയിട്ട് ഇടുന്നുണ്ട്. സോ ഇതിൻ്റെ താഴെ ഞാൻ പറ്റിയാൽ ലിങ്ക് ഷെയർ ചെയ്യാം. മറ്റേ പോസ്റ്റായിട്ടും ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചാനൽ കൂടി നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. അത് ഇംഗ്ലീഷിലാണ്, പക്ഷേ വളരെ ചെറിയ ചെറിയ റീഡിങ്സ് ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എനർജി ചെക്സ് അതിലും ചിലപ്പോൾ മാച്ച് ആയി എന്ന് വരും. ഓക്കെ, ഞാനങ്ങനെ അത് കുറേ ആയിട്ട് തുടങ്ങി വെച്ച ചാനലായിരുന്നു, അധികം ചെയ്യുന്നുണ്ടായിരുന്നില്ലേ. സോ വീണ്ടും ഒന്ന് അതിലും കൂടി ഇടുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് കാർഡ്സ് എന്താ പറയുന്നത്? നൈറ്റ് ഓഫ് സോർഡ്സ്, 3 of Cups, 7 of Cups, King of Pentacles. നിങ്ങളുടെ മൈൻഡ് ലേശം കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ലേശം കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ, ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ടാവും, അതിനെക്കുറിച്ചായിരിക്കാം. ഓക്കെ, അപ്പം മനസ്സൊരല്പം കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിലേത് ചൂസ് ചെയ്യണം എന്ന രീതിക്കൊരു ചിന്ത. എന്ന് മാത്രമല്ല, നമ്മൾ പറയില്ലേ ശരിക്കും കുറച്ച് നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഫ്രണ്ട്സിൻ്റെ ഒരു എനർജിയൊക്കെ വരുന്നുണ്ട്. ഹാപ്പി എനർജി, ഒരു ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന തരത്തിൽ വരുന്നുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് ആക്ച്വലി ഇല്യൂഷൻസ് എന്ന രീതിക്കാണ് ഈ കാർഡ് നമ്മൾ എടുക്കുക. ചില കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, പക്ഷെ അതിൽ ചിലത് നമുക്ക് നല്ലതല്ല എന്ന രീതിക്കാണ്. അതിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. ഓക്കെ, നിങ്ങളുടെ മുമ്പിലുള്ള വരുന്ന കാര്യങ്ങൾ അതിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കുക. ഓക്കെ, നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് അതിൽ ഏതാണ് നല്ലത്, ഏതാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിൽ ചിലത് നല്ലതായിരിക്കും, ചിലത് നിങ്ങൾക്ക് നല്ലതല്ലാത്തതും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കതൊരു ടെംപ്ടേഷനായിട്ട് തോന്നും. അതായത് ഇവിടെ മേ ബി ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ, ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ മേ ബി നിങ്ങൾക്ക് ജോലികളുണ്ടാവും. കാരണം ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണല്ലോ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ വളരെ പ്രാക്ടിക്കലായ ഒരു വ്യക്തിയാണ്. സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും, ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് തീർക്കാൻ വർക്കോ കാര്യങ്ങളോ ഉണ്ടാവും. പക്ഷേ അതിനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ വേറെ ചില കാര്യങ്ങളിലേക്കായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത്. ഓക്കെ, അതൊരു ഇമ്പൾസ് എന്ന രീതിക്ക് എടുക്കാം. അതായത് ഇമ്പൾസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെംപ്ടേഷൻ എന്നെടുക്കാം. നമുക്കൊരു എന്താ പറയുക, ചില സമയത്ത് മടുപ്പ് കൊണ്ടുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് കുറേ നേരം നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ടും ഒരു മടുപ്പ് കൊണ്ടുമായിരിക്കും. പക്ഷേ ഇതിവിടെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സ് കുറച്ചൊന്ന് വേറെ ചില കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഇമ്പൾസ് കൊണ്ട്, അതായത് നിങ്ങൾക്കൊരു കുറച്ച് നേരത്തേക്ക് നമ്മൾ പറയില്ലേ ഒരു രസം തോന്നിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്കൊന്ന് കുറച്ചൊന്ന് ലൈറ്റ് മൂഡാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ല, അതിൽ നിന്ന് നിങ്ങളോട് മാറി നിൽക്കാനുള്ള ഒരു അഡ്വൈസാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല മുന്നോട്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഇല്യൂഷനിൽ പെടുത്തുന്നുണ്ട്. ഇതിവിടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പോവുക, ജോലികൾ ഉണ്ട് പക്ഷെ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പോവുക എന്ന രീതിയിൽ കൂടുതൽ സമയം അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവുക. ഓക്കെ, പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് മറ്റു പല കാര്യത്തിലേക്കുമാണ്. ഫ്രണ്ട്സ്, പാർട്ടി, അല്ലെങ്കിൽ അവരുടെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുക. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ കാണുന്നത്. ആൻഡ് ഇവിടെ മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എടുത്തു ചാടി ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, അത് ഫ്രണ്ട്സിൻ്റെ വാക്ക് കേട്ടിട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്ന് ചിന്തിച്ച് നിങ്ങൾ എന്തെങ്കിലും എടുത്തു ചാടി ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോവുക. അത് പക്ഷേ നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. ഓക്കെ, കാരണം ഇവിടെ ഇല്യൂഷൻസിൻ്റെ കാർഡ് വളരെയധികം വന്നിട്ടുണ്ട്. ആൻഡ് ലവേഴ്സ് കാർഡ് ഉണ്ട്. സോ ഇവിടെ ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോയ്സ് എന്ന രീതിക്കാണ് എടുക്കുക, നമുക്ക് തീരുമാനങ്ങൾ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. സോ ചില കാര്യം നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, അതിലേക്കാണ് നിങ്ങളുടെ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, ഒന്ന് സൂക്ഷിക്കാം. ഓക്കെ, ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ടാണെങ്കിൽ ഒന്ന് എന്തെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ
നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ അതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും റിട്ടേൺ കിട്ടും. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പത്തിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരും എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അതിൽ വല്ലതും പോയി പെടുക. സോ അങ്ങനെ ഒരു ഇല്യൂഷനിൽ നിങ്ങൾ പെടുന്ന ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ മൈൻഡ് ലേശം ക്ലൗഡഡ് ആണ്, ലേശം ഒരു ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. ഓക്കെ, സോ കാര്യങ്ങൾ ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ റോങ് ചോയ്സ് ആയി പോവാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സമയം കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരല്പം നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് കുറച്ച് ചിന്തിക്കാൻ തുടങ്ങണം. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങണം. കാരണം നിങ്ങളുടെ മനസ്സൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശ്രദ്ധ പോകുന്നതായിട്ടും മറ്റു പല കാര്യങ്ങളിലേക്കും നിങ്ങളൊരു ഇല്യൂഷൻ, നിങ്ങൾ അങ്ങനെ കുറച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ആ സ്വപ്നം കണ്ടിട്ട് നമ്മൾ പറയില്ല എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. എൻ്റെ ഇവിടെ ഫ്രണ്ട്സിൻ്റെ കാര്യം എനിക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ ആലോചിച്ച് സൂക്ഷിച്ച്, ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യം കേടുവരും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും അഡിക്ഷനിൽ വല്ലതും യുനോ ഒരുപാട് ഡ്രിങ്കിങ് ആവുക, കുറച്ച് പാർട്ടിങ്, ഈവൻ ഫുഡ് കഴിക്കൽ, എന്തെങ്കിലും ഫുഡ് കഴിക്കൽ നമ്മൾ ഓവറായി പോവുക, എന്തെങ്കിലുമൊക്കെ. ഇത് പല തരത്തിലുള്ള ഇല്യൂഷനാണ്. കുറച്ച് പണത്തിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കാം. സോ എന്തോ ഒരു ഇല്യൂഷനിൽ നിങ്ങൾ പെടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളൊരു നെഗറ്റീവ് വശത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് വലിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അത് ശരി, നിങ്ങൾ ചിലപ്പോൾ അത് മനസ്സിലാക്കിയിട്ടായിരിക്കില്ല, പക്ഷെ എവിടെയോ ചിലത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമായിരിക്കും. സോ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, സൂക്ഷിക്കാനുണ്ട്. നിങ്ങളോട് പറയുന്നത് കൺട്രോൾ യുവർ മൈൻഡ്. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. കാരണം ഇവിടെ ഒരു നെഗറ്റീവ് കാര്യം നിങ്ങളുടെ ലൈഫിൽ എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് സൂക്ഷിക്കാനാണ് പറയുന്നത്. ഫൂളായി, ഫൂൾ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പക്ഷേ അതായത് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ റിസ്ക് എടുത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ എവിടെയോ അല്ല, അതൊരു റോങ് ചോയ്സ് ആവാൻ പോകുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ എന്തോ മറിഞ്ഞിരിക്കുന്ന, എന്തോ ക്ലിയർ അല്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളൊരു ഒന്ന് പിടിച്ചു നിർത്തുക. വളരെ ചിന്തിച്ചും ആലോചിച്ചും മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചോയ്സസ്. അതിലേതാണ് നല്ലത്, ഏതാണ് നല്ലതല്ലാത്തത്, ആരാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓക്കെ വ്യക്തികളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. സോ ഫ്രണ്ട്സ് ആയാലും നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആരാണ്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ തെറ്റായിട്ട് നയിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ. ഓക്കെ, സോ ചില റോങ് ചോയ്സസ് ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ അത് വരാനുള്ളൊരു സാധ്യതയാണ്. സോ നിങ്ങളോട് പറയുന്നത് ചൂസ് വൈസ്ലി. ഓക്കെ, ചൂസ് വൈസ്ലി ആൻഡ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ലൈഫിൽ പല സിറ്റുവേഷൻസിലും നമ്മളിങ്ങനെയൊക്കെ വരും. ഓക്കെ, എന്തായാലും കാർഡിൽ വന്ന കാര്യം ഞാനൊന്ന് പറഞ്ഞതെന്ന് മാത്രം. ഇത് ചിലപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ വേണമെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് എനിക്കൊരു ഫീലിംഗ് വന്നത്, നിങ്ങളിപ്പോൾ ജോലി ചെയ്യണോ അതോ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകണോ, ഓക്കെ, അതോ പഠിക്കണോ അതോ ഞാൻ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു, അവർ പല കാര്യങ്ങളും ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള ശ്രദ്ധ നിൽക്കില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ശ്രദ്ധ നിൽക്കില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കൂ എന്നാണ്. ഓക്കെ, അല്പം എൻജോയ്മെൻറ്റ് വേണ്ട എന്നൊന്നുമല്ല. ഓക്കെ, എന്നാലും കൂടുതലായി പോകരുത് അല്ലേ. ഓക്കെ, ഇൻപെർഫെക്റ്റ് ഹാർമണി, ഓപ്പണിംഗ് ടു ഡിസ്കവറി, വിഷ് അപ്പോൺ എ സ്റ്റാർ. ഓക്കെ, ബേസ്റ്റ് ഓഫ് മാജിക്. ഇന്ന് ഇവിടെ കാണുന്നത് നിങ്ങളോട് ഒരു ബേസ്റ്റ് ഓഫ് മാജിക് എന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ചില കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്കൊരു മാജിക്കൽ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയാണ്. ഇൻപെർഫെക്റ്റ് ഹാർമണി എന്ന് കാണുന്നുണ്ട്. സോ കാര്യങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകും. മേ ബി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അതിനു വേണ്ടി ഓക്കെ ആക്ച്വലി ഒരു ബാലൻസ് വെക്കുക എന്ന രീതിക്കുമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വാണ്ടർ ചെയ്യാൻ വിടാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധയൊന്നും മാറാതെ ഒരു പെർഫെക്റ്റ് ഹാർമണിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ എന്ന രീതിക്കുമായിരിക്കാം. ഓപ്പണിംഗ് ടു ഡിസ്കവറി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് വഴികൾ പലതും നിങ്ങളുടെ മുമ്പിൽ വരും, ഓപ്ഷൻസ് മുമ്പിൽ വരും. അത് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, എല്ലാം മനസ്സിലാക്കാൻ, എല്ലാം ആലോചിക്കാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാം, ഒന്നും തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ നല്ലോണം ആലോചിച്ച് ചൂസ് ചെയ്യുക. ആൻഡ് ഇവിടെ വിഷ് അപ്പോൺ എ സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ഇട്ടേ പറ്റൂ അല്ലേ, നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ആൻഡ് അത് മാത്രമല്ല നിങ്ങളോട് പറയുന്നത് വിഷ് അപ്പോൺ എ സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങളൊരു ആഗ്രഹം ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അത് നടക്കും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതിനുവേണ്ടി പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും വേണം. ഓക്കെ, അത് മാറ്റി വെച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കൂല.
ഓക്കെ. ബട്ട് ഇവിടെ എന്തോ ഒരു ആഗ്രഹം യൂണിവേഴ്സ് നിങ്ങൾക്ക് നടത്തിത്തരുമെന്ന് പറയും. ചില സമയത്ത് നമ്മുടെ മുമ്പിൽ ചില ടെംപ്ടേഷൻസ് കൊണ്ടുവന്നിടും, ചില ഓപ്ഷൻസ് കൊണ്ടുവന്നിടും. ഓക്കെ. അപ്പോൾ യൂണിവേഴ്സ് നമ്മളെ ഒരു ടെസ്റ്റിംഗ് പോലെ ആയിരിക്കും, ഒരു പരീക്ഷണം പോലെ ആയിരിക്കാം. നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യും എന്ന രീതിയിൽ. ഓക്കെ. ബട്ട് നിങ്ങളതിന് കറക്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക ബെനിഫിറ്റ് യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരുകയും ചെയ്യും. ഓക്കെ. സോ ചില ടെസ്റ്റ് വരും, നിങ്ങളുടെ മനസ്സതിൽ നിന്നൊക്കെ ഒന്ന് മാറുമോ എന്ന് യൂണിവേഴ്സ് നോക്കുമായിരിക്കും. ഓക്കെ. അങ്ങനെ വല്ലതും ആവാം. എന്തായാലും ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് നന്ദി, നമസ്കാരം.